ചന്ദ്രൻ ബാർ പ്രാർത്ഥിച്ചു. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ ഈ നല്ല സായം സന്ധ്യയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നപ്പാ. ഹല്ലേലൂയ. ദൈവമേ, അപ്പാ, അവിടുത്തെ പാദപീഠത്തിൽ നിന്റെ മക്കളായി ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ദൈവവചനം പഠിക്കുവാൻ, ധ്യാനിക്കുവാൻ ഒരുക്കി തന്ന വിലയേറിയ സാവകാശത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പഠിപ്പിക്കുന്ന സാബു സാറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, ദൈവിക ജ്ഞാനത്താൽ ദൈവവചനം ശുശ്രൂഷിപ്പാൻ നിന്റെ മകനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന ഞങ്ങൾക്കും അതൊരു അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ ആദ്യോടന്തം ദൈവിക സാന്നിധ്യം ഞങ്ങൾ ഓരോരുത്തരോടും കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ മൊബൈലിനൊന്നും ഒരു തടസ്സമോ ഒന്നും ഉണ്ടാകുവാനിടയാകരുത് പ്രാർത്ഥിക്കുന്നപ്പാ. സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മാനവും മഹത്വവും കിടക്കണം ഞങ്ങൾക്ക് ആ ജീവൻ വെച്ച യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ വിശുദ്ധന്മാർക്കും ഒരു പ്രാവശ്യം കൂടെ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അവിടെ 7-ാം അധ്യായം തുടങ്ങി പൗലോസ് കൊരിന്ത്യരുടെ ചില സംശയങ്ങൾക്ക് മറുപടി നൽകുകയാണ്. 7-ാം അധ്യായത്തിൽ മാരേജ് ആൻഡ് സെലിബസി എന്നുള്ള വിഷയം അത് പഠിച്ചു. 8 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ വിഗ്രഹാർപ്പിതമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഭക്ഷിക്കുന്നത് സംബന്ധിച്ച് അവരുടെ സംശയങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകുന്നതാണ് നമ്മൾ കാണുന്നത്. An idol is nothing in this world. ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല. വിഗ്രഹത്തിന് അതിൻ്റെതായ യാതൊരു ശക്തിയുമില്ല എന്ന് പൗലോസ് പഠിപ്പിക്കുമ്പോൾ തന്നെ ബലഹീനന്റെ മനസാക്ഷി നിമിത്തം അവന് ഹൃദയം കലങ്ങി പാപം ചെയ്യാതിരിക്കേണ്ടതിന് ബലഹീനനായ വിശ്വാസിയെ കരുതി വിഗ്രഹാർപ്പിതം ഭക്ഷിക്കാതിരിക്കുന്നത് ഏറെ നന്ന് എന്ന് പൗലോസ് പഠിപ്പിക്കുകയാണ്. 8-ാം അധ്യായത്തിൽ നമ്മളത് കണ്ടു. 9-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, അതിനു മുമ്പ് 8-ാം അധ്യായത്തിൽ താൻ പറയുന്നുണ്ട്, ആഹാരം എൻ്റെ സഹോദരൻ ഇടർച്ചയായി തീരുമെങ്കിൽ എൻ്റെ സഹോദരൻ ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് ഞാൻ ഒരു നാളും വിഗ്രഹാർപ്പിതം തിന്നുകയില്ല. വിഗ്രഹാർപ്പിതമായത് ഭക്ഷിക്കാമോ? ഭക്ഷിക്കുന്നത് കൊണ്ട് അതിൽ ഏതുമില്ല, ഒരു പ്രശ്നവുമില്ല. എന്നാൽ ബലഹീനനായ എൻ്റെ സഹോദരന് അത് ഇടർച്ചയുണ്ടാക്കുമെങ്കിൽ സഹോദരൻ ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് ഞാൻ ഒരു നാളും വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുകയില്ല എന്ന് അപ്പോസ്തലനായ പൗലോസ് തന്റെ തീരുമാനം വെളിപ്പെടുത്തുന്നതാണ് 8-ാം അധ്യായത്തിൽ കണ്ടത്. 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 9-ാം അധ്യായത്തിൽ പൗലോസ് തനിക്ക് ഒരു അപ്പോസ്തലൻ എന്ന നിലയിൽ ഉണ്ടായിരുന്ന അവകാശങ്ങൾ, ആ അവകാശങ്ങൾ ഒന്നും സ്വീകരിക്കാതെ കൊരിന്ത്യരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്തു. Even though he had the authority, the Apostle Paul ministered among the Corinthians without accepting any of his rights. അദ്ദേഹം അങ്ങനെ പറയുന്നു. കാരണം തനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, തനിക്ക് അവകാശമുണ്ട്. അപ്പോൾ തന്നെ മറ്റുള്ളവരെ കരുതി താൻ തന്റെ അപ്പോസ്തലത്വത്തിന്റെ അധികാരങ്ങൾ പോലും വിനിയോഗിച്ചിട്ടില്ല എന്നുള്ളത് താൻ ചൂണ്ടിക്കാണിക്കുകയാണ്. വിഗ്രഹാർപ്പിതം സംബന്ധിച്ചുള്ള അതേ തത്വമാണ് ഇവിടെ താൻ, അല്ലെങ്കിൽ അതിനൊരു ഉദാഹരണമായിട്ടാണ് താൻ ഇത് പറയുന്നത്. താനൊരു അപ്പോസ്തലൻ എന്നുള്ള നിലയിൽ തനിക്ക് ഉണ്ടായിരുന്ന അവകാശങ്ങൾ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് 9-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ച കാര്യം ഞാനൊന്ന് റിവിഷനായി പറയുകയാണിത്. അദ്ദേഹം ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, സാമാന്യ ബുദ്ധിയിൽ നിന്നുള്ള ചില ഉയർന്നു വരുന്ന ചില ചോദ്യങ്ങൾ. ഒന്ന്, സ്വന്തം ചെലവിന്മേൽ യുദ്ധസേവ ചെയ്യുന്നവനാർ? ആരുമില്ല. മുന്തിരിത്തോട്ടം ഉണ്ടാക്കി അതിന്റെ ഫലം തിന്നാതിരിക്കുന്നവനാർ? ആരുമില്ല. ആട്ടിൻകൂട്ടത്തെ മേയിച്ച് അതിന്റെ പാൽ കൊണ്ട് ഉപജീവിക്കാതിരിക്കുന്നവനാർ? ആരുമില്ല. ഈ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ അവരുടെ ഇടയിൽ അധ്വാനിച്ചവനായ ഒരു അപ്പോസ്തലൻ എന്ന നിലയിൽ, ക്രിസ്തുവിന്റെ ഒരു ശുശ്രൂഷക്കാരൻ എന്നുള്ള നിലയിൽ
തനിക്ക് അവരുടെ ശുശ്രൂഷ സ്വീകരിപ്പാനും വേല ചെയ്യാതിരിപ്പാനും ഭാര്യയായ ഒരു സ്ത്രീയോടുകൂടെ ജീവിപ്പാനും എല്ലാം അധികാരമുണ്ടായിരുന്നു. എന്നാൽ തന്റെ ആ സ്വാതന്ത്ര്യങ്ങൾ ഒന്നും താൻ വിനിയോഗിച്ചിട്ടില്ല എന്ന് പൗലോസ് ചൂണ്ടിക്കാണിക്കുകയാണ്. അതിന്റെ വീണ്ടും ദൈവവചനത്തിലെ ചില ഉദാഹരണങ്ങൾ 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുതെന്ന് മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നു. ആവർത്തനം 25:4 പറഞ്ഞിരിക്കുന്നത് ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ 9:9 അദ്ദേഹം പറയുന്നു. അതുകൂടാതെ ഗലാത്യർ 6:6 സൂചിപ്പിക്കുന്നത് പോലെ വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവൻ എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. ദൈവാലയ കർമ്മങ്ങൾ നടത്തുന്നവർ ദൈവാലയം കൊണ്ട് ഉപജീവിക്കുന്നു. ഇങ്ങനെ യഹൂദന്മാർക്ക് പരിചിതമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ തന്നെ കൊരിന്ത്യർ ജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവരുണ്ട്. അവർക്ക് കൂടെ മനസ്സിലാകുന്ന വിധത്തിൽ യാഗപീഠത്തിങ്കൽ ശുശ്രൂഷ ചെയ്യുന്നവർ യാഗപീഠത്തിലെ വഴിപാടുകളിൽ ഓഹരിക്കാരാകുന്നുവല്ലോ. ഇതും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ ഈ ഉദാഹരണങ്ങളെല്ലാം, ഈ തത്വങ്ങളെല്ലാം നിരത്തി വെച്ചുകൊണ്ട് തനിക്ക് അധികാരമുണ്ടായിരുന്നിട്ടും താൻ തന്റെ അവകാശങ്ങളൊന്നും സ്വീകരിക്കാതെ കൊരിന്ത്യരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്തു എന്നുള്ളത് പൗലോസ് കൊരിന്ത്യ വിശ്വാസികളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് സ്വാതന്ത്ര്യമുണ്ട് ഒരു കാര്യം ചെയ്യുവാൻ. നമ്മൾ റോമാലേഖനം 14-ാം അധ്യായത്തിൽ നിന്നുകൂടെ പഠിച്ചതാണ്, ആ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ്. ശക്തന്മാരായിരിക്കുന്നവരെന്ന് പറയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ദൈവവചനത്തിൽ ആ അറിവുള്ളവരും നിശ്ചയമുള്ളവരുമായിട്ടുള്ള വ്യക്തികൾ, അവർ ഭയം കൂടാതെ ചെയ്യുവാൻ അവർക്ക് സാധിക്കുന്ന ചില കാര്യങ്ങൾ ബലഹീനനായിരിക്കുന്നവന്റെ മനസാക്ഷിക്ക് ആ ഇളക്കം തട്ടുവാൻ, അവനെ ഭയപ്പെടുത്തുവാൻ ഇടയുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അവൻ പിന്മാറിപ്പോകുവാൻ ഇടയുള്ളത് കൊണ്ട് അവനെ കരുതി നമ്മുടെ സ്വാതന്ത്ര്യങ്ങൾ ചിലത് നാം മാറ്റിവെക്കണമെന്ന് പൗലോസ് ഓർമ്മിപ്പിക്കുകയും തനിക്ക് തന്റെ സ്വാതന്ത്ര്യങ്ങൾ വിനിയോഗിക്കാതിരുന്നത് ആ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നതാണ് 9-ാം അധ്യായത്തിൽ നാം പഠിച്ചത്. ഇന്ന് 10-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 10-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഒരാൾ വായിച്ചാട്ടെ. 10-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും ദേഹത്തിന് കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്ന് എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി ഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകാതിരിക്കേണ്ടതിന് തന്നെ. മതി മതി. മരുപ്രയാണത്തിലായിരുന്ന ഇസ്രായേൽ ജനത്തിന്റെ ഉദാഹരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് അവരോട് പറയുകയാണ്, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തൂടെ കടന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയാഹാരം തിന്നു. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. 10-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനതയുടെ ഉദാഹരണം ചൂണ്ടിക്കാണിക്കുകയാണ്. വിഗ്രഹാരാധന വിട്ടോടുവാൻ പ്രബോധിപ്പിക്കുമ്പോൾ 1-ാം നൂറ്റാണ്ടിലെ കൊരിന്ത്യ വിശ്വാസികൾക്ക് ദൃഷ്ടാന്തമായിരിക്കേണ്ടതിന് വേണ്ടി മാത്രമല്ല, എല്ലാ കാലത്തും ഞാൻ എപ്പോഴും ഓർമ്മിക്കാറുണ്ട്, ദൈവവചനത്തിന്റെ പ്രസക്തി കാലദേശ സീമകൾക്കതീതമാണ്. എല്ലാ കാലത്തും എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ഇത് നിങ്ങൾക്ക് ദൃഷ്ടാന്തമായിരിക്കുന്നുവെന്ന് കൊരിന്ത്യരെ നോക്കി പൗലോസ് സംസാരിക്കുന്നുവെങ്കിൽ ദൈവവചനത്തിൽ നിന്നൊരു വിരൽ നമ്മുടെ നേരെ ചൂണ്ടുകയാണ്.
ഇത് വായിക്കുന്ന വായനക്കാര നിനക്ക് ദൃഷ്ടാന്തമായിരിക്കുന്നു. എല്ലാ കാലത്തും എല്ലാ ഇടങ്ങളിലുമുള്ള സകല വിശ്വാസികൾക്കും ദൃഷ്ടാന്തമായിരിക്കേണ്ടതിന് മരുപ്രയാണത്തിലായിരുന്ന ഇസ്രായേൽ ജനത്തിന്റെ ഉദാഹരണം ചൂണ്ടിക്കാണിക്കുകയാണ്. അവർ വെറുവെറുപ്പുകാരായി, വിഗ്രഹാരാധികളായി, മത്സരികളായി നശിച്ചുപോയത് നമുക്കൊരു മുന്നറിയിപ്പായി, വാണിംഗ് ആയിട്ട് ചൂണ്ടിക്കാണിക്കുക. 10-6 വാക്യത്തിൽ പറയുന്നു, ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചിരിക്കുന്നു. 11 വാക്യത്തിലും ഇത് ദൃഷ്ടാന്തമായി അവർക്ക് ഭവിച്ചു. ഇതൊരു ഉദാഹരണമായി, ഇതൊരു ദൃഷ്ടാന്തമായിരിക്കുന്നുവെന്ന് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. 12 വാക്യത്തിൽ 11 ദൃഷ്ടാന്തമായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യം പറയുകയാണ്, ആകയാൽ ഞാൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു വലിയ പോരാട്ടമാണ്. അതുകൊണ്ട് നാം നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയൊന്നുകൊണ്ട് മാത്രമാണ്. നിൽക്കുന്നു എന്ന് പറയുന്നവൻ ഞെളിയാതെ ഭയപ്പെടുക, വീഴാതിരിപ്പാൻ തക്കവണ്ണം നോക്കിക്കൊള്ളുക. നമുക്ക് ഈ മുന്നറിയിപ്പുകൾ നൽകുന്നതെല്ലാം നാം സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിക്കേണ്ടതിനാണ്. പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം അവസാനിക്കുമ്പോൾ പത്രോസ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ മുൻപ് കൂട്ടി അറിഞ്ഞിരിക്കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. സ്വന്തം സ്ഥിരത, യുവർ സെക്യൂർ പൊസിഷൻ, നിങ്ങളുടെ ആ സെക്യൂർ പൊസിഷൻ വിട്ട് വീണു പോകാതിരിപ്പാൻ, അതിനുവേണ്ടിയുള്ള മുന്നറിയിപ്പാണ് ദൈവവചനം നമുക്ക് നൽകുന്നത്. എന്നിട്ട് അവിടെ പറയുകയാണ്, കൃപയിലും ദൈവകൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവേൻ. കൃപമേൽ കൃപ പ്രാപിച്ചുകൊണ്ട്, കൃപ കൊണ്ട് മാത്രമേ നമുക്ക് നിൽക്കുവാൻ സാധിക്കത്തുള്ളൂ. കൃപ കൊണ്ട് മാത്രമേ നിൽക്കുവാൻ സാധിക്കത്തുള്ളൂ. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവേൻ. അവന് ഇപ്പോഴും എന്നേക്കും മഹത്വം. ആമേൻ. അപ്പോൾ ദൈവകൃപ അധികമായി പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ നാം അധികമായി ആ കൃപയ്ക്കായി നമ്മെ തന്നെ താഴ്ത്തുമ്പോൾ ആ കൃപ അധികമായി നമ്മിലേക്ക് പകരപ്പെടുകയാണ്. ഈ മുന്നറിയിപ്പുകളെല്ലാം എന്തിനു വേണ്ടിയാണ്? ഈ മുന്നറിയിപ്പുകളെല്ലാം നമ്മുടെ ആ സെക്യൂർ പൊസിഷൻ വിട്ട് നമ്മൾ വീണു പോകാതിരിക്കാനുള്ള വാണിംഗ് ആയിട്ട് നൽകിയിരിക്കുകയാണ്. ആകയാൽ താൻ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. വിശ്വാസത്തിൽ ബലവാന്മാരെന്ന് കരുതുന്നവരോടുള്ള ഉദ്ബോധനമാണത്. ബലവാന്മാര് തങ്ങൾ ശക്തന്മാരാകുന്നു, തങ്ങൾക്ക് അറിവുണ്ട്, തങ്ങൾ വിവേകമുള്ളവരാകുന്നു എന്ന് ചിന്തിക്കുന്നവർ, അവർക്കുള്ള താക്കീതാണ് അനുഭവങ്ങൾ ഉൾക്കൊണ്ട് ജാഗ്രതയുള്ളവരായി ജീവിക്കുക. അതാണ് 10-ാം അധ്യായത്തിന്റെ 1 മുതൽ 12 വരെ 22 വരെയുള്ള വാക്യങ്ങളിൽ സൂചിപ്പിക്കുന്നത്. അതിന്റെ 23 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിന്റെ മാർഗനിർദ്ദേശക തത്വങ്ങൾ സംബന്ധിച്ച് ബോധമുള്ളവരായിരിക്കുവാൻ പ്രബോധിപ്പിക്കുകയാണ്. ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിന്റെ മാർഗനിർദ്ദേശക തത്വങ്ങൾ സംബന്ധിച്ച് ബോധമുള്ളവരായിരിക്കുവാൻ പ്രബോധിപ്പിക്കുകയാണ്. ആദ്യത്തെ ഭാഗത്തിലേക്ക് നമ്മൾ വരികയാണ്. അനുഭവങ്ങൾ ഉൾക്കൊണ്ട് ജാഗ്രതയുള്ളവരായി ജീവിക്കുക. 3 മുന്നറിയിപ്പുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 3 മുന്നറിയിപ്പുകൾ നാം ഇപ്പോൾ വായിച്ച 10-ന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ അവിടെ ഇസ്രായേൽ ജനത്തിന്റെ ആ അനുഭവം ചൂണ്ടിക്കാണിക്കുകയാണ്. ഇസ്രായേൽ ജനത്തെ പറ്റി പറയുകയാണ്, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു, എല്ലാവരും മേഘത്തൂടെ കടന്നു, എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു, എല്ലാവരും സമുദ്രത്തൂടെ കടന്നു, എല്ലാവരിലും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു, മോശയോട് ചേർന്നു. മോശ ക്രിസ്തുവിന്റെ നിഴലാണ്. അപ്പോൾ ഒരു വിധത്തിലുള്ള സ്നാനത്തിലൂടെ കടന്നു വന്ന് മോശയോട് ചേർന്ന് മുന്നോട്ട് വന്നവരാണ്. അവരെല്ലാവരും ഒരേ ആത്മീയാഹാരം ഭക്ഷിച്ചു, ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്ന് അവർ കുടിച്ചു. ആ പാറ ക്രിസ്തുവായിരുന്നു. ഇസ്രായേലിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട ജനം പാപത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട ക്രിസ്ത്യാനിക്ക് നിഴലായിട്ട് കാണുകയാണ്.
നാം ഒരു പെസഹ ആചരിച്ചുകൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ഇസ്രായേൽ ജനത്തിന്റെ നേരിൽ നമ്മൾ ഒരു 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 പെസഹ 1 കൊരിന്ത്യർ 5:7 പറയുന്നുണ്ട്. നമ്മുടെ പെസഹായെ പറ്റി പറയുന്നുണ്ട്. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. അവിടെ നിഴലായ ഒരു കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനമാണ് കാണുന്നെങ്കിൽ പൊരുളായ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവരാണ് നാം. അങ്ങനെയുള്ള നാം നമുക്ക് നിഴലായിരിക്കുന്നവരെ ചൂണ്ടിക്കാട്ടിയിട്ട് പറയുകയാണ്, അവരെല്ലാവരും പട്ടുപോയി എങ്കിൽ, അവരെല്ലാവരും വീണുപോയെങ്കിൽ വീഴാതിരിപ്പാൻ തക്കവണ്ണം സൂക്ഷിക്കുക എന്ന്. നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കുക. ഇവിടെ പറയുന്ന ഒരു പദപ്രയോഗം ശ്രദ്ധിക്കണം. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നാണ് അവർ കുടിച്ചത്. ആ പാറ മെശിഹായാകുന്നു, ക്രിസ്തുവാകുന്നു. അവരെ അനുഗമിച്ച പാറ ക്രിസ്തുവായിരുന്നുവെന്ന് ചില യഹൂദ റബ്ബിമാർ പഠിപ്പിക്കുന്നത് ഒരു പാറ ഇസ്രായേൽ ജനം സഞ്ചരിച്ച പാതയിലല്ല അവരോടുകൂടെ സഞ്ചരിച്ചു എന്ന് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതൊരു തെറ്റായ വ്യാഖ്യാനമാണ്. അവർ ചില സന്ദർഭങ്ങളിൽ പാറയിൽ നിന്ന് കുടിച്ചു. ചിലയിടത്ത് സംഖ്യാപുസ്തകം 21:16 മുതലുള്ള വാക്യങ്ങൾ കാണുന്നത് അവർ കിണറ്റിൽ നിന്ന് കുടിച്ചതായി കാണുന്നുണ്ട്. ദൈവം അവർക്ക് മരുഭൂമിയിൽ അസാധ്യമായിരുന്ന ഇടങ്ങളിൽ വെള്ളം നൽകി. അവരെ അനുഗമിച്ച ആത്മീയ പാറ, ആ പാറ ക്രിസ്തുവായിരുന്നു. ഓരോ ഇടങ്ങളിലും അവർക്ക് വെള്ളം നൽകുവാൻ ദൈവം വഴി തുറന്നു. 78-ാം സങ്കീർത്തനത്തിലേക്ക് വന്നാട്ടെ. 78-ാം സങ്കീർത്തനത്തിന്റെ 15-16 വാക്യങ്ങൾ ഒരാൾ വായിച്ചാട്ടെ. 78-ന്റെ 15-16 വാക്യങ്ങൾ. അവൻ മരുഭൂമിയിൽ പാറകളെ പിളർന്ന് ആഴികളാൽ എന്ന പോലെ അവർക്ക് ധാരാളം കുടിപ്പാൻ കൊടുത്തു. പാറയിൽ നിന്ന് അവൻ ഒഴുക്കുകളെ പുറപ്പെടുവിച്ചു, വെള്ളം നദികളെ പോലെ ഒഴുകുമാറാക്കി. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. 15-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? അവൻ മരുഭൂമിയിൽ പാറകളെ പിളർന്നു. പ്ലൂറലായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സൂറീം എന്നുള്ള എബ്രായ പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറ എന്നാണ്. പാറ, റോക്ക് എന്നാണ് അർത്ഥം. വലിയ പാറ, റോക്ക് എന്നാണ് അർത്ഥം. സൂറീം പ്ലൂറലായിട്ട് പറയുകയാണ്. പാറകളെ പിളർന്നു. അപ്പൊ ബഹുവചനം സൂചിപ്പിക്കുന്നത് പോലെ അവരുടെ മരുപ്രയാണത്തിൽ അവർ ഉണങ്ങി വരേണ്ട മരുഭൂമിയിലൂടെ യാത്ര ചെയ്തപ്പോൾ ഓരോ ഇടങ്ങളിലും വ്യത്യസ്തമായ പാറകളിൽ നിന്ന് വെള്ളം പൊട്ടിപ്പുറപ്പെട്ടു. എന്നാൽ 16-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? 16-ാം വാക്യത്തിൽ പറയുകയാണ്, പാറയിൽ നിന്ന്. പാറ എന്ന് പറയുന്നത് സിംഗുലർ ആണല്ലേ. എബ്രായ ഭാഷയിലൂടെ സേല എന്നുള്ള ഒരു പദമാണ് മിസ്സാലെ എന്ന് പറയുന്ന എബ്രായ പദം. ഔട്ട് ഓഫ് ദ റോക്ക്, പാറയിൽ നിന്ന്. 16-ാം വാക്യത്തിൽ പറയുന്ന ആ പദം ശ്രദ്ധിക്കണം. പാറകളിൽ നിന്ന് വെള്ളം അവർക്ക് നൽകി. പാറകളെ പിളർന്നു. ആഴികളാൽ എന്ന പോലെ അവർക്ക് ധാരാളം കുടിപ്പാൻ കൊടുത്തു. എന്നാൽ 16-ാം വാക്യത്തിൽ പറയുകയാണ്, പാറയിൽ നിന്ന്, മിസ്സാലെ, ഔട്ട് ഓഫ് ദ റോക്ക്, അവൻ അവർക്ക് കുടിപ്പാൻ കൊടുത്തു, ഒഴുക്കുകളെ പുറപ്പെടുവിച്ചു. മരുപ്രയാണ വേളയിൽ പാറകൾ പിളർന്ന് ദൈവം അവർക്ക് കുടിപ്പാൻ കൊടുത്തു. എന്നാൽ യഥാർത്ഥ ജലസ്രോതസ് എന്ന് പറയുന്നത് ആ ഭൗതികമായ പാറകളായിരുന്നില്ല, ജീവജലത്തിന്റെ ഉറവയായിരുന്ന യഹോവയായ ദൈവമായിരുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യവും 17-ാം അധ്യായത്തിന്റെ 13-ാം വാക്യവും നിങ്ങൾ വായിച്ചാൽ അവിടെ കാണാം, ജീവജലത്തിന്റെ ഉറവയായ യഹോവ. യിരെമ്യാ 2:13, 17:13. ഒരു വാക്യം ആരെങ്കിലും ഒരാളെടുത്ത് വായിക്കാം. രണ്ടിലൊന്ന് വായിച്ചാൽ മതി. എന്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിന്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. ഇസ്രായേൽ ജനത്തിന്റെ അപജയത്തെ പറ്റി യിരെമ്യാ പ്രവാചകനിലൂടെ യഹോവയായ ദൈവം പറയുകയാണ്, അവർ ജീവജലത്തിന്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ചു. അപ്പോൾ ജീവജലത്തിന്റെ ഉറവ എന്ന് പറയുന്നത് ജീവനുള്ള ദൈവമായ യഹോവയാണ്. ഇനി പുതിയ നിയമത്തിൽ ഒരു വാക്യം എടുക്കാം.
യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, യോഹന്നാൻ 4:10, 14-ാം വാക്യം, യോഹന്നാൻ 4:14 വാക്യം. വെള്ളം കുടിക്കുന്നവന് യേശു അവളോട് ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവായി തീരുമെന്ന് ഉത്തരം പറഞ്ഞു. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും. കാരണം ക്രിസ്തു ഉള്ളിലായി കഴിഞ്ഞാൽ ഉറവ ഉള്ളിലായി തീരും. അതുകൊണ്ട് 7-ാം അധ്യായത്തിലും കർത്താവ് പറയുന്നുണ്ട്, ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാൾ യേശു നിന്നുകൊണ്ട് പറയുന്നുണ്ട്, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കുവേൻ. അത് 7-ന്റെ 37-38 വാക്യങ്ങളിൽ കർത്താവ് പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. കാരണം ക്രിസ്തു ഉള്ളിൽ, ജീവജലത്തിന്റെ ഉറവയായിരിക്കുന്ന ക്രിസ്തു ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ജീവജലം പൊട്ടിപ്പുറപ്പെടും. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവം ആത്മീകമായ വെള്ളത്തിന്റെ ഉറവയായി കാണുന്നു. പഴയ നിയമത്തിൽ മരുവാസികൾക്ക് വേണ്ടി അല്ലെങ്കിൽ മരുപ്രയാണത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി പാറകളിൽ നിന്നും ആഴി എന്ന പോലെ വെള്ളം പൊട്ടിപ്പുറപ്പെട്ടു. എന്നാൽ പാറയിൽ നിന്ന് അവർക്ക് കുടിക്കുവാൻ ലഭിച്ചു. ക്രിസ്തുവാകുന്ന പാറയിൽ നിന്ന് അവർ എവിടൊക്കെയായിരുന്നോ അവിടെയൊക്കെയും പാറകളിൽ നിന്ന് വെള്ളം പൊട്ടിപ്പുറപ്പെടുവാൻ ഇടയായതിന് കാരണം സാക്ഷാൽ പാറയായവൻ അവരോട് കൂടെ സഞ്ചരിച്ചത് കൊണ്ടാണ്. ഇങ്ങനെ അത്ഭുതകരമായ അനുഭവങ്ങളിൽ കൂടെ നടത്തിയവരായ ജനം അവരെ പറ്റി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുക, അതിശയകരമായി നടത്തി, ആത്മീയമായ പാറയിൽ നിന്ന് അവർക്ക് കുടിപ്പാൻ കൊടുത്തു. എന്നാൽ 5-ാം വാക്യം പറയുന്നത്, അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തള്ളിയിട്ട് കളഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. തള്ളിയിട്ട് കളഞ്ഞു എന്താ? എല്ലാവരും ഒന്ന് വീണു പിന്നെ എഴുന്നേറ്റെന്നാണോ പറഞ്ഞത്? അവരെ എല്ലാം കൊന്നുകളഞ്ഞു എന്ന് ആ സഹോദരി പറഞ്ഞു തന്നെ വാചകം. അവരെല്ലാം പട്ടുപോയി, മരുഭൂമിയിൽ പട്ടുപോയി. അതുകൊണ്ടൊരു നല്ല പദവി വിജയത്തിന് ഉറപ്പ് നൽകുന്നില്ല എന്നുള്ള മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകുന്നത്, പൗലോസ് നൽകുന്നത്. നല്ലൊരു പദവിയുണ്ട്. നമ്മളെല്ലാവരും ഇസ്രായേൽ ജനത്തിന്റെ പോലെ തന്നെ, ഇസ്രായേൽ ജനം മേഘത്തിലും വെള്ളത്തിലും കൂടെ സ്നാനമേറ്റവരാണ്, മോശയോട് ചേർന്നവരാണ്. നാം ക്രിസ്തുയേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരാണ് നാം എല്ലാവരും. എന്നാൽ ആ പദവി ആത്മീയാഹാരം കഴിക്കുന്നവരാണ്, ആത്മീയ ഭോജനം ഭക്ഷിക്കുന്നു, ആത്മീയ പാനീയം കുടിക്കുന്നു. അത് വിജയത്തിന് ഉറപ്പ് നൽകില്ല, ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. രണ്ടാമത്, നല്ല ആരംഭം ലഭിച്ചതിനാൽ നല്ല അവസാനം ലഭിക്കണമില്ല എന്നില്ല. 5 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ അതാണ് പറയുന്നത്. വായിച്ചാട്ട് 7 മുതൽ വായിച്ചാട്ട് 5, 6, 5 മുതൽ വായിച്ചു. പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകാതിരിക്കേണ്ടതിന് തന്നെ. ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കുളിപ്പാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികളാകരുത്. അവരിൽ ചിലർ പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ 23,000 പേർ വീണുപോയതുപോലെ നാം പരസംഗം ചെയ്യരുത്. അവരിൽ ചിലർ പരീക്ഷിച്ച് സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. അവരിൽ ചിലർ പിറുപിറുത്ത് സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കയും വരുത്. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധിയുപദേശത്തിനായി എഴുതിയും ഇരിക്കുന്നു. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. നോക്കൂ, ഇവിടെ ഇസ്രായേൽ ജനം വീണ്ടെടുക്കപ്പെട്ട ജനമായിരുന്നു. മരുഭൂമിയിൽ നിന്നും ദൈവം തന്റെ ബലമുള്ള കയ്യാല്, നീട്ടിയ ഭുജത്താല് വീണ്ടെടുത്തവർ, അത്ഭുതങ്ങൾ അടയാളങ്ങൾ പ്രവർത്തിച്ച് വീണ്ടെടുത്തവർ, പെസഹ കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ. എന്നാൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ 20 വയസ്സിന് മേൽ പ്രായമുണ്ടായിരുന്നവരിൽ യോശുവയും കാലേബും ഒഴികെ എല്ലാവരും മരുഭൂമിയിൽ പട്ടുപോയി. അതുകൊണ്ട്
ഇസ്രായേൽ ജനം ചെയ്ത അതേപോലെയുള്ള പാപങ്ങൾ, ഇവിടെ ചില പാപങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുക. 23,000 വീണ് പോയത് നാം പരസംഗം ചെയ്യരുത് എന്ന് പറയുന്നത് നമ്മൾ പറയുക ഞങ്ങൾ അതൊന്നും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ കർത്താവിനെ പരീക്ഷിക്കരുത്. നമുക്ക് പ്രത്യക്ഷത്തിൽ കർത്താവിനെ പരീക്ഷിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയും. പലപ്പോഴും നമ്മൾ കർത്താവിനെ പരീക്ഷിക്കുന്നവരാകുന്നു എന്നുള്ളത് നമ്മൾ ശരിയായി ശോധന ചെയ്താൽ മനസ്സിലാകും. പിറുപിറുക്കുക, അയ്യോ പിറുപിറുക്കുക എന്ന് പറഞ്ഞ ഒരു പാപമാണെന്ന് പോലും നമുക്കിപ്പോ ചിന്തയില്ലാതായിരിക്കുകയാണ്. ദൈവം വെറുക്കുന്ന ഒരു സ്വഭാവമാണ് പിറുപിറുപ്പ്. മറ്റൊരു അവസരത്തിൽ ഞാൻ അതിനെക്കുറിച്ച് ഈ കൊരിന്ത്യ ലേഖനത്തിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പൊ അവിടേക്ക് പോകുന്നില്ല. അപ്പോൾ ഇത് ചൂണ്ടിക്കാണിച്ചിട്ട് വീണ്ടും ആവർത്തിച്ച് 11-ാം വാക്യത്തിൽ പറയുകയാണ്, ഇത് ദൃഷ്ടാന്തമായി സംഭവിച്ചു. കൊരിന്ത്യ സഭയിൽ വിശ്വാസികൾക്കിടയിൽ ഈ പറഞ്ഞ വിധത്തിലുള്ള പാപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 5-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടതാണ് ദുർനടപ്പുകാരന്. 6-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു ദുർനടപ്പ്, പലവിധം പാപങ്ങൾ, സെക്ഷൽ ഇമ്മൊറാലിറ്റി. 8-ാം അധ്യായത്തിൽ വിഗ്രഹാർപ്പിതം, 10-ാം അധ്യായത്തിൽ വിഗ്രഹം. 12-ാം വാക്യത്തിൽ 12-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ അവിടെയൊക്കെ ഈ നിലയിലുള്ള പാപങ്ങൾ കൊരിന്ത്യരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ച് എഴുതിയിട്ടുണ്ട്. പൗലോസിനെ പോലെ യഹൂദ പശ്ചാത്തലമുള്ളവർക്ക് അവർ ദൈവത്തെ പരീക്ഷിച്ചതും മരുഭൂമിയിൽ ഉണ്ടായതുമായ സംഭവങ്ങൾ അവർക്കറിയാമായിരുന്നു. സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിൽ അവരുടെ പിതാക്കന്മാർ പിറുപിറുത്തത് സംബന്ധിച്ച്, അവർ ദുർമോഹികളായിരുന്നത് സംബന്ധിച്ച്, അവരുടെ വിഗ്രഹാരാധന സംബന്ധിച്ചൊക്കെ പുറപ്പാട് പുസ്തകത്തിലും സംഖ്യാപുസ്തകത്തിലും ഒക്കെ പ്രതിപാദിച്ചിട്ടുണ്ട്. കൊരിന്ത്യരിൽ നല്ലൊരു വിഭാഗം, മെജോറിറ്റി ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവരായിരുന്നു. അതുകൊണ്ട് അവർ കൂടെ അറിയേണ്ടതിന് ആ സംഭവങ്ങൾ ഒന്നുകൂടെ പൗലോസ് എഴുതി ചേർത്തിട്ട് പറയുകയാണ്, കൊരിന്ത്യരെ, ഇസ്രായേൽ ജനത്തിന്റെ ഈ അനുഭവം നിങ്ങൾക്കും ദൃഷ്ടാന്തമായിരിക്കുന്നു. ഇത്തരത്തിലുള്ള പാപങ്ങളെ നിങ്ങൾ നിസാരമായി കാണരുത്. മരുഭൂമിയിൽ മത്സരിച്ചവരിൽ ചിലർ മത്സരിച്ച വേളയിൽ തന്നെ നശിച്ചുപോയി. ചിലർ പിൽക്കാലത്ത് വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കുവാൻ സാധിക്കാതെ പട്ടുപോയതായിട്ട് കാണുന്നു. ഇത് ദൃഷ്ടാന്തമായി സംഭവിച്ചിരിക്കുന്നു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധിയുപദേശത്തിനായി എഴുതിയിരിക്കുന്നു. 11-ാം വാക്യത്തിൽ പറയുകയാണ്, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധിയുപദേശത്തിനായി എഴുതിയിരിക്കുന്നു. നമുക്കൊരു വാണിംഗ് നൽകുകയാണ്. ദൈവം എല്ലാ കാലത്തും പാപങ്ങളെ വെറുക്കുന്നു. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഗതിഭേദത്താലുള്ള ആച്ഛാദനം അവന് സംഭവിക്കുന്നില്ല. ഗതിഭേദത്താലുള്ള ആച്ഛാദനം സംഭവിക്കാത്തവനാണ്. അപ്പോൾ അങ്ങനെയുള്ള ദൈവത്തിന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ആ കൽപ്പന തന്നെ പത്രോസ് ആവർത്തിച്ച് തന്റെ ലേഖനത്തിലും പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ദൃഷ്ടാന്തമോർത്ത് നാം പാപങ്ങളിൽ നിന്ന് ഒഴിയുക. പദവി വിജയത്തിന് ഉറപ്പ് നൽകുന്നില്ല. നല്ല ആരംഭം ലഭിച്ചതിനാൽ നല്ല അവസാനം ലഭിക്കണമെന്നില്ല. ഇത് സംഭവിക്കുന്നത് എന്താണ്? ദൈവത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്ന് നിരന്തരം തെറ്റി ഒഴിയുന്നവർ, ഞങ്ങൾ നീതിമാന്മാരാകുന്നു, ദൈവം ഞങ്ങളുടെ തെറ്റുകളെ കണക്കിടുന്നില്ല എന്ന് തെറ്റിദ്ധരിക്കുവാനിടയുണ്ട്. പല തെറ്റുകൾ ചെയ്തിട്ടും ദൈവം അടിക്കുന്നില്ല. ഈ അടി കൊള്ളുന്നവരുണ്ടെങ്കിൽ ഓർത്തോ, അടികൊള്ളും ബാലശിക്ഷ എന്ന് പറയുന്ന മക്കളുടെ അവകാശമാണ്. അത് എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്. അപ്പൻ ശിക്ഷിക്കാത്ത മക്കളല്ല കൗലടയന്മാരത്രേ.
അപ്പൊ ഈ ശിക്ഷ കിട്ടുന്ന മക്കളെ നോക്കി ശിക്ഷ കിട്ടാത്തവന്മാര് ചിരിക്കുക, എന്നാ തിരിച്ചാ ഭയപ്പെടുകയാ ചെയ്യേണ്ടത്. തെറ്റുകൾ ചെയ്തിട്ടും ദൈവം ശിക്ഷിക്കുന്നില്ല എങ്കിൽ ഭയപ്പെടുകയാണ്, ദൈവം എന്നെ ഉപേക്ഷിച്ചോ എന്ന് ചിന്തിച്ച് ഭയപ്പെടുകയാ ചെയ്യേണ്ടത്. ദൈവത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്നും തെറ്റി ഒഴിയുന്നവർ, ദൈവം ഞങ്ങളുടെ തെറ്റുകളെ കണക്കിടുന്നില്ല, അല്ലെങ്കിൽ അത് നിസാരമായി ഒരു ബലഹീനതയാണ്. പുതിയൊരു നമ്മുടെ ഇടയിലൊരു പദപ്രയോഗമാണ് ബലഹീനത. പാപത്തെ പാപം തന്നെ വിളിക്കണം. പാപത്തിന് ബലഹീനത എന്നുള്ള ഒരു 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 എന്താ പറയുന്ന ഒരു നല്ല ഒരു ടൈറ്റിൽ കൊടുത്ത് അതിനെ മാനിക്കാൻ, അലങ്കരിക്കാൻ ശ്രമിക്കരുത്. എന്തുകൊണ്ടാണ് എളുപ്പം ശിക്ഷ കിട്ടാത്തത്? പത്രോസിന്റെ ഭാഷയിൽ പറയാം, ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിക്കുന്നത് കൊണ്ട് ദൈവം ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിക്കുന്ന ദൈവം നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ എന്ന് മറന്നു പോകരുത്. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നമ്മളൊരു വൃക്ഷത്തെ പറ്റി കാണുന്നുണ്ട്. നിലത്തെ നിഷ്ഫലമാക്കുന്ന, ഫലം കായ്ക്കാത്ത അത്തിവൃക്ഷം. നിലത്തെ നിഷ്ഫലമാക്കുന്ന, ഫലം കായ്ക്കാത്ത അത്തിവൃക്ഷത്തെ വെട്ടിക്കളയുവാൻ യജമാനൻ കൽപ്പിക്കുമ്പോൾ, കർത്താവേ, യജമാനനെ, ഞാൻ അതിന് ചുറ്റും കിളച്ച് വളമിടുമ്പോളം ഈ ആണ്ടുകൂടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ്, മേലാൽ കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാമെന്ന് പറഞ്ഞ് വെട്ടിക്കളയാതെ നിലനിർത്തുന്ന ഒരു നല്ല തോട്ടക്കാരനായ ക്രിസ്തു അവസരം നൽകുകയാണെന്നോർത്ത് ഭയപ്പെട്ട് ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിക്കുവാൻ ഇടയായി തീരണം. നമുക്ക് ലഭിച്ച ഉന്നത വിളി, നമ്മുടെ പദവി, നമ്മുടെ നല്ല ആരംഭം, ഇതൊന്നും നല്ല ഒരു എൻഡ് ഉണ്ടാകുമെന്ന് ഗ്യാരണ്ടി തരുന്നില്ല. തുടർന്ന് മുന്നോട്ട് പോകാം. 13 മുതൽ 22 വരെയുള്ള വചനഭാഗങ്ങളിൽ ദൈവത്തിന്റെ വചനം ചെയ്തുകൊള്ളുന്നുവെങ്കിൽ പ്രലോഭനങ്ങളിൽ നിന്നും ജയം പ്രാപിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമെന്ന് നമ്മോട് അറിയിക്കുകയാണ്. 13 മുതലുള്ള വാക്യം വായിച്ചാട്ട്. മനുഷ്യർക്ക് നടപ്പെടാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. അതുകൊണ്ട് പ്രിയന്മാരെ, വിഗ്രഹാരാധന വിട്ടോടുവിൻ. നിങ്ങൾ വിവേകികൾ എന്ന് വെച്ച് ഞാൻ പറയുന്നത് വിവേചിപ്പിൻ. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹ പാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? അപ്പം ഒന്നാകെ കൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിന്റെ അംശികളാകുന്നുവല്ലോ. ജഡപ്രകാരമുള്ള ഇസ്രായേലിനെ നോക്കുവിൻ. യാഗങ്ങൾ ഭുജിക്കുന്നവർ യാഗപീഠത്തിന്റെ കൂട്ടാളികളല്ലയോ? ഞാൻ പറയുന്നത് എന്ത്? വിഗ്രഹം വല്ലതുമാകുന്നു എന്നോ? അല്ല, ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല, ഭൂതങ്ങൾക്ക് ബലി കഴിക്കുന്നു എന്നത്രേ. എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികളാകുവാൻ എനിക്ക് മനസ്സില്ല. നിങ്ങൾക്ക് കർത്താവിന്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും കുടിപ്പാൻ പാടില്ല. നിങ്ങൾക്ക് കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും അംശികളാകുവാനും പാടില്ല. അല്ല, നാം കർത്താവിന് ക്രോധം ജ്വലിപ്പിക്കുന്നുവോ? അവനേക്കാൾ നാം ബലവാന്മാരോ? മതി. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾ നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾ കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. നമ്മുടെ ജീവിതത്തിൽ നാം നേരിട്ട പരീക്ഷകൾ നാം പുറകോട്ടൊന്ന് നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. ജീവിതത്തിൽ നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് പരീക്ഷകളുണ്ട്, കഷ്ടതകളാകുന്ന പരീക്ഷകൾ, പ്രലോഭനങ്ങൾ, ഇവയൊക്കെയും ഉണ്ടാകും. പ്രലോഭനങ്ങളിൽ വശീകരിക്കപ്പെടാതെ നാം ഇരിക്കുന്നുവെങ്കിൽ അതും നാം വശീകരിക്കപ്പെടത്തക്ക പ്രലോഭനങ്ങൾ നമ്മുടെ മുൻപാകെ വരുവാൻ ദൈവം അനുവദിക്കാഞ്ഞിട്ടാണ്. കഷ്ടതകളിൽ നാം തകർന്നു പോകാതിരിക്കുന്നുവെങ്കിൽ നമുക്ക് വഹിക്കുവാൻ കഴിയാത്ത കഷ്ടതകൾ ദൈവം അനുവദിക്കാഞ്ഞിട്ടാണ്.
ദൈവം അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുവെങ്കിൽ പരീക്ഷയോടുകൂടി ഒരു രക്ഷാമാർഗവും ദൈവം ഒരുക്കി നൽകുമെന്നുള്ള അഷുറൻസ് നമുക്ക് നൽകുകയാണ് ഇവിടെ. ഇവിടെ 12 വാക്യത്തിൽ പറയുന്നു, പ്രിയന്മാരെ വിഗ്രഹാരാധന വിട്ട് ഓടുവീൻ. മുൻപ് 6-ാം അധ്യായത്തിൽ താൻ ഒരു ഓട്ടത്തെ പറ്റി പറയുന്നുണ്ട്, ഒന്ന് വിട്ടോടുവാൻ പറയുന്നുണ്ട്. എന്ത് സംബന്ധിച്ചാണ്? 6-ാം അധ്യായത്തിൽ ദുർനടപ്പ് വിട്ടോടുവീൻ. ദുർനടപ്പ് വിട്ട് ഓടുവീൻ എന്ന് അവിടെ പറഞ്ഞു. ഇവിടെ പറയുകയാണ് വിഗ്രഹാരാധന വിട്ട് ഓടുവീൻ. വിഗ്രഹം അതിൽ തന്നെ ഏതുമില്ല. 8-ന്റെ 4-ാം വാക്യത്തിലും പറയുന്നു, ഇവിടെ 10-ന്റെ 19-ാം വാക്യത്തിൽ പറയുന്നു, വിഗ്രഹാർപ്പിതം വല്ലതുമാകുന്നുവെന്നോ വിഗ്രഹം വല്ലതുമാകുന്നുവെന്നോ അല്ല. വിഗ്രഹം ഏതുമില്ല. എന്നാൽ ഞാൻ കഴിഞ്ഞതിന്റെ മുൻപത്തെ ക്ലാസ്സിൽ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. വിഗ്രഹങ്ങൾക്ക് പുറകിൽ വിഗ്രഹങ്ങളെ ഉപയോഗിച്ച് നമ്മെ പാപത്തിലേക്ക് നയിക്കുവാൻ സാത്താൻ പരിശ്രമിക്കും. വിഗ്രഹാരാധന സാത്താന്യമാണ്. വിഗ്രഹാരാധന ദൈവ കൽപ്പനയുടെ ലംഘനമാണ്. യിരെമ്യാ പ്രവാചകനിലൂടെ യഹോവ അരുളി ചെയ്തതുപോലെ ഗുണം ചെയ്യുവാനോ ദോഷം ചെയ്യുവാനോ അവയ്ക്ക് പ്രാപ്തിയില്ല. 10-ന്റെ 5-ാം വാക്യത്തിൽ നാം വായിച്ചതാണ്. വിഗ്രഹം ഏതുമില്ല, വിഗ്രഹത്തിന് അതിൽ തന്നെ ഒരു ശക്തിയുമില്ല. എന്നാൽ വിഗ്രഹങ്ങളെ ഉപയോഗിച്ച് പാപത്തിലേക്ക് നയിക്കുവാൻ, ദൈവ കൽപ്പനയുടെ ലംഘനം നടത്തിക്കുവാൻ സാത്താന് കഴിയും. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാനാണ് ദൈവവചനം നമ്മോട് പറയുന്നത്. അവൻ വലിയ തന്ത്രശാലിയാണ്. അതുകൊണ്ട് ദൈവ കൽപ്പന ലംഘിക്കുവാൻ അവൻ നമ്മെ പല വിധത്തിലുള്ള പ്രലോഭനങ്ങളിലൂടെ, അക്ഷരികമായ വിഗ്രഹങ്ങളിലേക്കല്ല മറ്റ് പല വിഗ്രഹങ്ങളിലേക്കും, ദ്രവ്യാഗ്രഹവും ഒരു വിധത്തിൽ വിഗ്രഹമാണെന്ന് ദൈവനം തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ചിലർക്ക് സ്ഥാനമാനങ്ങളാണ് അവരുടെ വിഗ്രഹങ്ങൾ. വിഗ്രഹാരാധനയിലേക്ക് നയിക്കുവാൻ പിശാച് പരിശ്രമിച്ചുകൊണ്ടിരിക്കും. ഇവിടെ 10-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ പറയുന്നു, ഭൂതങ്ങളുടെ മേശയിൽ അംശികളാകുവാൻ പാടില്ല. അതായത് ഭൂതങ്ങളുമായി കൂട്ടായ്മ ആചരിക്കുക, പങ്കാളികളാകുക, അത് പാടില്ല. മുന്നറിയിപ്പാണ്. പതിനാറ് മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ പറയുന്ന കർത്തൃമേശ ഒരു തെളിവായിട്ട് എടുക്കുന്നു. അവിടെ പറയുന്ന കർത്തൃമേശയിലെ അപ്പവീഞ്ഞുകളിൽ പങ്കാളികളാകുന്നവർ ആത്മീക അർത്ഥത്തിൽ ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി കൂട്ടായ്മ ആചരിക്കുകയാണ്. കർത്തൃമേശയിൽ പങ്കാളിയാകുമ്പോൾ ക്രിസ്തുവിന്റെ പ്രായശ്ചിത്തയാഗത്തെ അനുസ്മരിച്ചുകൊണ്ട് കർത്താവുമായ ഒരു ആത്മീക ബന്ധത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കർത്താവിന്റെ മേശയിൽ പങ്കാളികളാകുമ്പോൾ ക്രിസ്തുവുമായി മേശയിൽ പങ്കാളികളാകുന്ന ശേഷം സഹോദരങ്ങളുമായി ആത്മീക ബന്ധമുള്ളവരായി വളരുകയാണ്. ഇവിടെ 18-ാം വാക്യത്തിൽ യാഗത്തെയും യാഗപീഠത്തെയും ഉദാഹരണമായി എടുത്ത് ആ വസ്തുത വീണ്ടും തെളിയിക്കുകയാണ്. 19-ാം വാക്യത്തിൽ വിഗ്രഹാർപ്പിതം വല്ലതുമാകുന്നുവെന്നോ വിഗ്രഹം വല്ലതുമാകുന്നുവെന്നോ അല്ല, ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല ഭൂതങ്ങൾക്ക് കഴിക്കുന്നു എന്നത്രേ. എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികളാകുവാൻ എനിക്ക് മനസ്സില്ല. ഇവിടെ ചില റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് പൗലോസ് ചോദിക്കുകയാണ്. എന്നിട്ട് അതിനുള്ള ഉത്തരവും അദ്ദേഹം തന്നെ നൽകുകയാണ്. അല്ല, വിഗ്രഹാർപ്പിതം ഒന്നുമല്ല, വിഗ്രഹം ഏതുമില്ല. എന്നാൽ വിഗ്രഹാരാധന വിട്ടോടുവീൻ എന്ന് കൽപ്പന നൽകുകയാണ്. വിഗ്രഹാരാധന, വിഗ്രഹാർപ്പിതമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഭൂതങ്ങൾക്ക് ബലികഴിച്ചിട്ടുള്ളവയാണ്.
ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല ഭൂതങ്ങൾക്കാണ്. ആകയാൽ വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുമ്പോൾ ഭൂതങ്ങളുടെ യാഗപീഠത്തിൽ കൂട്ടാളികളാകുവാൻ ഇടയുണ്ട്. കർത്താവിന്റെ മേശയിൽ പങ്കാളികളാകുമ്പോൾ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുമായുള്ള ആത്മീയ ബന്ധമുള്ളവരാകുന്നത് പോലെ ഭൂതങ്ങൾക്ക് ബലി കഴിക്കുകയും അതിൽ പങ്കാളികളാകുകയും ചെയ്യുന്നവർ ഭൂതങ്ങളുടെ കൂട്ടാളികളായി മാറുന്നു. നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികളാകുവാൻ എനിക്ക് മനസ്സില്ല എന്ന് പൗലോസ് എഴുതുകയാണ്. അങ്ങനെ ചെയ്യുന്നവർ കർത്താവിന്റെ ക്രോധം ജ്വലിപ്പിക്കുന്നു. കർത്താവിന്റെ ക്രോധം ജ്വലിപ്പിക്കുന്നു എന്ന് 22-ാം വാക്യത്തിൽ പറയുന്നു. ക്രോധം ജ്വലിപ്പിക്കുന്നു. സ്വാതന്ത്ര്യത്തെ പറ്റിയുള്ള അറിവ് നിമിത്തം തങ്ങൾ ശക്തന്മാരെന്നുള്ള ചിന്തയിൽ ജാതീയ ക്ഷേത്രങ്ങളിൽ പോയി ഭൂതങ്ങൾക്കുള്ള ബലിയിൽ നിന്ന് ഭക്ഷിക്കുന്ന വിശ്വാസികളോട് പൗലോസ് പറയുകയാണ്, നിങ്ങൾ ബലഹീനന്മാരായ സഹോദരന്മാരെക്കാൾ നിങ്ങൾ ബലവാന്മാരായിരിക്കും, എന്നാൽ നിങ്ങൾ ദൈവത്തെക്കാൾ ബലവാന്മാരല്ല. 22-ാം വാക്യത്തിൽ ചോദിക്കുന്നുണ്ട്, അവനേക്കാൾ നിങ്ങൾ ബലവാന്മാരോ, അതായത് കർത്താവിനേക്കാൾ നിങ്ങൾ ബലവാന്മാരാണോ എന്നാ ചോദിക്കുന്നത്. ഇതിന്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുന്നത് കൊണ്ട് ബലവാന്മാരായാലും നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറയും. എന്നാൽ പാപത്തോട് ചേർന്ന് നടക്കുമ്പോൾ വഴുതി വീഴുവാനിടയുണ്ട്. അതുകൊണ്ട് വിഗ്രഹാരാധന വിട്ടോടുവീൻ. പാപത്തിൽ നിന്ന് ഓടുക എന്ന് പറയുമ്പോൾ ഒരു നിരന്തരം ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുകയാണ്. അത് ക്രിസ്തീയ ജീവിതത്തിന്റെ അവസാനത്തോളം തുടരേണ്ട ഒരു പ്രവൃത്തിയാണ്. ദ്രവ്യാഗ്രഹം വിട്ട് വിഗ്രഹാരാധന വിട്ടോടുവീൻ, പിന്നെ ദുർനടപ്പ് വിട്ടോടുവീൻ. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 2:22 പറയുന്നത് യൗവന മോഹങ്ങളെ വിട്ടോടുവീൻ. യൗവന മോഹങ്ങളെ വിട്ടോടുവീൻ. ഇതെല്ലാം നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു പ്രവൃത്തിയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്, നാം കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. നാം കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ നാം നീതീകരിക്കപ്പെടുകയാണ്. നീതീകരണം അഥവാ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് പാപത്തിന്റെ ആ ശിക്ഷാവിധിയിൽ നിന്നുള്ള മോചനം നമുക്ക് ലഭിക്കുകയാണ്. 2 കൊരിന്ത്യർ 5:21 പറയുന്നുണ്ടല്ലോ, പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതാണ് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. അതായത് നമ്മുടെ പാപങ്ങളെ ക്രിസ്തുവിന്റെ മേലും ക്രിസ്തുവിന്റെ നീതിയെ നമ്മുടെ മേലും ചുമത്തി. അങ്ങനെ നമ്മെ നീതിമാന്മാരെന്ന് പ്രഖ്യാപിക്കുകയാണ്. നമ്മൾ ഇതുവരെയും ആ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മൾ പാപത്തിന്റെ ആ പവറിന്റെ കീഴിലായിരുന്നു. എന്നാൽ അതിനുശേഷം ആ പാപത്തിന്റെ അതിൽ നിന്ന് അധികാരത്തിൽ നിന്ന് നമ്മൾ വീണ്ടെടുക്കപ്പെട്ടു. എന്നാൽ സ്റ്റിൽ നമ്മൾ ജഡത്തിൽ വസിക്കുന്നിടത്തോളം കാലം ആ പാപത്തിന്റെ പ്രസൻസ് ഇവിടെയുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ല. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നത്, ഞാൻ മറ്റൊരു പ്രമാണം എന്റെ അവയവങ്ങളിൽ കാണുന്നു. 7-ാം അധ്യായം, റോമാലേഖനം 7-ാം അധ്യായത്തിൽ അതിന്റെ 24 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ട്, അല്ല 23 വാക്യം, എങ്കിലും എന്റെ പുത്രനെ ഞാൻ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു. അത് എന്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം. താഴെയുള്ള വാക്യങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? അതേപറ്റി ഇങ്ങനെ ഒരിടത്ത് വായിച്ചിട്ടുണ്ട്. പുരാതന കാലത്ത്
വളരെ കിരാതമായ ശിക്ഷാവിധികൾ നടപ്പാക്കിയിരുന്നു. ആ കാലത്ത് ചിലരെ ശിക്ഷിക്കുവാനായിട്ട് ഒരു മൃതശരീരത്തോട് ബന്ധിച്ച് മുകൾ തൊട്ട് അടിവരെ ബന്ധിച്ച് ഇങ്ങനെ ഇടും. അവിടെ കിടന്ന് ഈ മൃതദേഹം അഴുകുന്നതോട് കൂടി അല്പം കഴിയുമ്പോൾ ഇവനിലേക്കും അതിന്റെ പുഴുക്കളും മറ്റും കയറി ഇവനും അഴുകി 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 തീരുകയാണ്. ആ ഒരു രീതിയിൽ ഇങ്ങനെ ചിത്രീകരിച്ചുകൊണ്ട് പറയുകയാണ്, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്നും, അതായത് അകത്തെ മനുഷ്യന്റെ ഒരു രോദനമാണ് അവിടെ കേൾക്കുന്നത്. സ്വന്തം ശരീരത്തെ അങ്ങനെ തന്നോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു അഴുകുന്ന ഒരു മരിച്ച ഒരു അവയവം പോലെ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ശരീരം പോലെ കണ്ടുകൊണ്ട് പറയുകയാണ്, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ തന്നെ ആർ വിടുവിക്കും? എന്റെ ശരീരത്തിൽ എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന ഒരു പാപ പ്രമാണം ഞാൻ കാണുന്നു. അതായത് ഈ ജഡത്തിൽ നാം വസിക്കുന്നിടത്തോളം കാലം പാപത്തോടൊരു പോരാട്ടം നമുക്കുണ്ട്. ആ പോരാട്ടത്തിൽ നിരന്തരം ദൈവത്തിന്റെ ആത്മാവിനാലും ദൈവത്തിന്റെ വചനത്താലും ജയമെടുത്ത് ക്രിസ്തീയ ജീവിതം നയിച്ചൊരു വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് ഓരോ ദിവസവും ജീവിച്ച് മുന്നോട്ട് പോകണം. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കുമ്പോൾ അന്നേ നമ്മൾ ഈ പാപത്തിന്റെ പ്രസൻസിൽ നിന്നും നമുക്ക് രക്ഷ പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. യവന മോഹങ്ങളെ വിട്ട് ഒടുവിൻ, ദുർനടപ്പ് വിട്ട് ഒടുവിൻ, ആ വിഗ്രഹാരാധന വിട്ട് ഒടുവിൻ. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ആ പദവി വിജയത്തിന് ഉറപ്പ് നൽകുന്നില്ല. ആരംഭം ലഭിച്ചതിനാൽ നല്ല അവസാനം ലഭിക്കണമെന്നില്ല. ദൈവത്തിന്റെ വചനം ചെവിക്കൊള്ളുന്നുവെങ്കിൽ നമുക്ക് പ്രലോഭനങ്ങളിൽ നിന്ന് ജയം പ്രാപിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. അപ്പൊ വചനം ചെവിക്കൊള്ളുക, അതാണല്ലോ പത്രോസും പറയുന്നത്, മുൻകൂട്ടി അറിഞ്ഞിരിക്കുന്നത്. അത് ഓർത്തുകൊള്ളുക. നമ്മുടെ സെക്യൂർ പൊസിഷൻ വിട്ട്, നമ്മുടെ സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ ദൈവവചനം നൽകുന്ന മുന്നറിയിപ്പുകളെ ഓർത്തുകൊണ്ട് മുന്നോട്ട് ക്രിസ്തീയ ജീവിതം നയിക്കണം. 10:23 വാക്യം വായിക്കുന്നു. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും ആത്മീക വർധന വരുത്തുന്നില്ല. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവന്റെ ഗുണം അന്വേഷിക്കട്ടെ. ഓക്കെ, ഇവിടെ പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, സ്വന്തം പ്രബോധത്തെക്കാൾ മറ്റുള്ളവരുടെ ആത്മീക വർധന ലക്ഷ്യമാക്കി മുന്നോട്ട് ജീവിക്കുവാനുള്ള പ്രബോധനമാണ് അവിടെ നൽകുന്നത്. ദൈവവചനം നമുക്ക് നൽകുന്ന ആ സ്വാതന്ത്ര്യം, അറിവ്, ആത്മീയ വിഷയങ്ങളിലുള്ള അറിവ്, നാം സ്വതന്ത്രരായിരിക്കുന്നു. ന്യായപ്രമാണപ്രകാരം രുചിക്കരുത്, തുടരുത് എന്ന് പറയുന്ന കാര്യങ്ങൾക്കോ ചട്ടങ്ങൾക്കോ കീഴ്പ്പെടേണ്ടതില്ല. വിഗ്രഹാർപ്പണം ഭക്ഷിക്കുവാനും സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വ ബോധത്തോടെ വിനിയോഗിക്കുവാൻ നാം കടപ്പെട്ടിരിക്കുന്നു. സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട്, എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലവും ആത്മീക വർധനവ് വരുത്തുന്നതുമില്ല. ആത്മീയ വർധന എന്ന് പറയുന്ന കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്. ഒഴിക്കോഡോമി എന്നുള്ള ആ പദത്തിനർത്ഥം ഒരു ഭവനം പണിയുക എന്ന് വരുന്ന ലിറ്ററൽ മീനിങ് വരുന്നൊരു വാക്കാണ് ആത്മീക വർധന. സഹോദരനെ പണിയുക, ആത്മീക വർധന വരുത്തുക. ആ ഒരു ലക്ഷ്യം നമ്മുടെ മുൻപിൽ വരുമ്പോൾ ബലഹീനന് ഇടർച്ച ഭവിക്കാതിരിക്കേണ്ടതിന് നമ്മുടെ സ്വാതന്ത്ര്യം ചിലപ്പോഴൊക്കെ അത് മാറ്റിവെക്കണം. സ്വന്തം പ്രമോദത്തെക്കാൾ മറ്റുള്ളവർക്ക് ആത്മീക വർധന ഉണ്ടാകണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഇരുപത്തിനാലാം വാക്യത്തിൽ പറയുന്ന സ്വന്തം ഗുണമല്ല, മറ്റുള്ളവന്റെ ഗുണം അന്വേഷിക്കണം, അത് ലക്ഷ്യമാക്കണം. ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഫിലിപ്പിയർ 2:4 ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കണം. കയ്യനോട് ദൈവം സംസാരിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ കയ്യിന് ദൈവം വാണിംഗ് ഒക്കെ കൊടുത്തു, പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിനെ നീ കീഴടക്കണമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ടൊന്നും അവൻ കേട്ടില്ല.
അവൻ തന്റെ സഹോദരനെ കൊന്നു. പിന്നീട് യഹോവ കായനോട് നിന്റെ അനുജനായ ഹാബേൽ എവിടെയെന്ന് ചോദിച്ചതിന് ഞാൻ അറിയുന്നില്ല, ഞാൻ എൻ്റെ അനുജന്റെ കാവൽക്കാരനോ എന്ന് അവൻ പറഞ്ഞു. അനുജന്റെ കാവൽക്കാരനോ എന്ന് പറഞ്ഞ് അവൻ ചോദിക്കുകയാണ്, സത്യത്തിൽ ദൈവജനത്തെ കുറിച്ച് ദൈവവചനം നൽകുന്ന കാഴ്ചപ്പാട് നാം ഓരോരുത്തരും നമ്മുടെ സഹോദരന്മാരുടെ കാവൽക്കാരാണ്. സഹോദരൻ പാപം ചെയ്യാതിരിപ്പാൻ അവനെ മുന്നറിയിക്കേണ്ടതിന്, സഹോദരനെ ആത്മീക വർധന വരുത്തേണ്ടതിന് ദൈവം നിയോഗിച്ച് ആക്കി വെച്ചിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു വാക്യം, ഒരു വചനഭാഗം വായിക്കാം. 33-ാം അധ്യായം അതിന്റെ 2 മുതലുള്ള വാക്യങ്ങൾ. യെഹെസ്കേൽ 33-ന്റെ 2 മുതൽ. മനുഷ്യപുത്ര, നീ നിന്റെ സ്വജാതിക്കാരോട് പ്രവചിച്ചു പറയേണ്ടത്, ഞാൻ ഒരു ദേശത്തിന്റെ നേരെ വാൾ വരുത്തുമ്പോൾ ആ ദേശത്തിലെ ജനം തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പുരുഷനെ തെരഞ്ഞെടുത്ത് കാവൽക്കാരനാക്കി വെച്ചാൽ, ദേശത്തിന്റെ നേരെ വാൾ വരുന്നത് കണ്ടിട്ട് അവൻ കാഹളമൂതി ജനത്തെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആരെങ്കിലും കാഹളനാദം കേട്ട് കരുതിക്കൊള്ളാതെ ഇരുന്നാൽ വാൾ വന്ന് അവനെ ഛേദിച്ചു കളയുന്നു എങ്കിൽ അവന്റെ രക്തം അവന്റെ തലമേൽ തന്നെ ഇരിക്കും. വായിച്ചോളുക. അത് മുഴുവൻ വായിക്കണം. ഞാൻ അതിന്റെ ചുരുക്കമായിട്ട് അങ്ങ് പറഞ്ഞു പോകാമെങ്കിൽ, ദേശത്തിന് വേണ്ടി ഒരു കാവൽക്കാരനെ ആക്കി വെച്ചിരിക്കുമ്പോൾ ദേശത്തിന്റെ നേരെ വാൾ വരുന്നത് കണ്ടിട്ട് ആ കാവൽക്കാരൻ കാഹളമൂതി ജനത്തെ ഓർമ്മപ്പെടുത്തേണ്ടതാണ്. ഓർമ്മപ്പെടുത്താതെ ഇരുന്നാൽ വീണുപോകുന്നവന്റെ രക്തം ഈ കാവൽക്കാരനോട് ചോദിക്കും. ഇവൻ അറിയിച്ചിട്ട് അവർ കരുതാതെ ഇരുന്നാൽ അവരുടെ രക്തത്തിന് അവർ തന്നെ ഉത്തരവാദികളായിരിക്കും. ആ തത്വം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. 7-ാം വാക്യത്തിൽ പറയുന്നത്, അതുപോലെ മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ജനത്തിന് കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു. നീ എന്റെ വായിൽ നിന്ന് വചനം കേട്ട് എന്റെ നാമത്തിൽ അവരെ ഓർമ്മപ്പെടുത്തണം. ഞാൻ ദുഷ്ടനോട് ദുഷ്ടാ നീ മരിക്കുമെന്ന് കൽപ്പിക്കുമ്പോൾ ദുഷ്ടൻ തന്റെ വഴി വിട്ട് തിരുവാൻ കരുതിക്കൊള്ളത്തക്ക വണ്ണം നീ അവനെ പ്രബോധിപ്പിക്കാതെ ഇരുന്നാൽ, ശ്രദ്ധിക്കുക, ദുഷ്ടനോട് ദുഷ്ടാ നീ മരിക്കുമെന്ന് കൽപ്പിക്കുമ്പോൾ ദുഷ്ടൻ തന്റെ വഴി വിട്ട് തിരുവാൻ കരുതിക്കൊള്ളത്തക്കവണ്ണം നീ അവനെ പ്രബോധിപ്പിക്കാതെ ഇരുന്നാൽ ദുഷ്ടൻ തന്റെ അകൃത്യ നിമിത്തം മരിക്കും. പിന്നെ എന്താണ് പറയുന്നത്? അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. താഴെയുള്ള വചനഭാഗം നിങ്ങൾ വായിച്ചാൽ മതി. അപ്പോൾ അറിയിക്കുവാൻ കാവൽക്കാരാക്കി വെച്ചിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. പണിയുവാൻ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. നാം ആ ദൗത്യം ചെയ്യുന്നില്ല എങ്കിൽ നമ്മോട് ചോദിക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് പ്രവാചകവാക്യം ഉദ്ധരിച്ചുകൊണ്ട് ഇന്ന് സന്ധ്യാസമയം പറയുവാനുള്ളത്. കയ്യനെ പോലെ ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരനോ എന്ന് പറഞ്ഞ് ഒഴിയുവാനല്ല, സഹോദരന്റെ കാവൽക്കാരാണ് നാം ഓരോരുത്തരും എന്നുള്ള ചിന്തയോടുകൂടി സഹോദരൻ തെറ്റിപ്പോകുന്നുവെങ്കിൽ അവനെ ഉപദേശിക്കുവാൻ, പ്രബോധിപ്പിക്കുവാൻ, അവന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവന് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ കടപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ ജനത്തെ നോക്കി യഹോവയായ ദൈവം പറഞ്ഞു, വിടുക, ഞാൻ അവരെ നശിപ്പിച്ചു കളയും, നിന്നെ ഒരു വലിയ ജാതിയാക്കാമെന്ന് മോശയോട് പറയുമ്പോൾ മോശ അവർക്ക് വേണ്ടി കവിണ്ണ് വീണ് ഇടിവിൽ നിന്നതുകൊണ്ട് ഇസ്രായേൽ ജനത്തെ ദൈവം വിടുവിച്ചു. ദുഷ്ട, നിന്റെ വഴികളെ വിട്ടുതിരിക എന്ന് പറഞ്ഞ് ഓർമ്മിപ്പിക്കുവാനുള്ള ദൗത്യം ദൈവം നമ്മെ പരമേൽപ്പിച്ചിരിക്കുമ്പോൾ സഹോദരന്റെ കാവൽക്കാരനല്ല ഞാനെന്ന് പറഞ്ഞ് ഒഴിയുവാൻ ഉത്തരവാദിത്തത്തിൽ നിന്നൊഴിഞ്ഞാൽ അവന്റെ രക്തം ഞാൻ നിന്നോട് ചോദിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ആത്മീക വർധന വരുത്തുവാൻ, അവരെ പണിയുവാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. സ്വന്തം താല്പര്യം മാത്രം നോക്കി മുന്നോട്ട് പോയാൽ മാത്രം മതി എന്ന് കരുതരുത്. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവരുടെ ഗുണം കൂടി നോക്കണം. അവരെ ആത്മീക വർധന വരുത്തണം. പെട്ടെന്ന് മുന്നോട്ട് പറഞ്ഞു പോവാം. 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ
അങ്ങാടിയിൽ വിൽക്കുന്നത് എന്തെങ്കിലും മനസാക്ഷി നിമിത്തം ഒന്നും അന്വേഷണം കഴിക്കാതെ തിന്നുവീൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞതാണ്, മാർക്കറ്റിൽ കിട്ടുന്ന പല സാധനങ്ങളും ചിലപ്പോൾ വിഗ്രഹാർപ്പിതമായിരിക്കാം. ലക്ഷക്കണക്കിന് തേങ്ങ ഉടയ്ക്കുന്ന ക്ഷേത്രങ്ങളിൽ നിന്ന് ലേലം പിടിച്ച് ആ എണ്ണ കമ്പനികൾ ആട്ടിയെടുത്ത് എണ്ണ ഡബ്ബകളിലാക്കി നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ കൊണ്ടുവന്ന് ഉപയോഗിക്കുന്നു, തലയിൽ പുരട്ടുന്നു, കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നു. നോ പ്രോബ്ലം, അതേക്കുറിച്ചൊന്നും ഓർത്ത് ഭാരപ്പെടേണ്ട കാര്യമില്ല. ദൈവനം പറയുന്നു, ഒന്നും അന്വേഷിക്കാതെ അത് കഴിക്കാം. അതിന്റെ ഉറവിടം എവിടെയാണെന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ല. ഭൂമി അതിന്റെ പൂർണ്ണതയും കർത്താവിനുള്ളതല്ലോ. ഇരുപത്തിയേഴാം വാക്യത്തിൽ പറയുന്ന, അവിശ്വാസികൾ ഒരുവൻ നിങ്ങളെ ക്ഷണിച്ചാൽ നിങ്ങൾക്ക് പോകുവാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ മുൻപിൽ വിളമ്പുന്നത് എന്തായാലും മനസാക്ഷി നിമിത്തം ഒന്നും അന്വേഷിക്കാതെ തന്നുവിൻ. അവിശ്വാസി നമ്മെ സദ്യക്ക് വിളിച്ചാൽ നമുക്ക് മനസ്സുണ്ടേ പോകാം. കർമാചാരങ്ങൾക്കല്ല, സ്വാതന്ത്ര്യത്തിനാണ് മുൻഗണന. വിധിക്കപ്പെടാതിരിപ്പാൻ ദയ കാട്ടുക. 28 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. എങ്കിലും ഒരുവൻ വിഗ്രഹാർപ്പിതം എന്ന് നിങ്ങളോട് പറഞ്ഞാൽ ആ അറിയിച്ചവൻ നിമിത്തവും മനസാക്ഷി നിമിത്തവും തിന്നരുത്. ആദ്യം തന്നെ 8-ാം അധ്യായം പഠിപ്പിച്ചപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമാണ്, വിഗ്രഹാർപ്പിതമായ വസ്തുക്കളിൽ ഒന്നും ഒരു ദോഷവും ചെയ്യുവാൻ സാധിക്കില്ല, അതിലെങ്ങും പിശാച് കുടിയിരിപ്പില്ല. എന്നാൽ വിഗ്രഹാർപ്പിതമെന്ന് പറഞ്ഞ് നമ്മൾക്ക് തരിക, ഇതാ പ്രസാദമാണെന്ന് പറഞ്ഞ് നമ്മുടെ മുൻപിൽ നീട്ടിയാൽ ഒരു കാരണവശാലും വാങ്ങി ഭക്ഷിക്കരുത്. എന്തുകൊണ്ടാണ്? അറിയിച്ചവൻ നിമിത്തം. പിന്നെ മനസാക്ഷി നിമിത്തവും തിന്നരുത്. അറിയിച്ചവൻ നിമിത്തം. അവിശ്വാസിയുടെ ക്ഷണം സ്വീകരിച്ച് അവനോടുകൂടെ പന്തിയിലിരിക്കുമ്പോൾ വിഗ്രഹാർപ്പിതമെന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവന്ന് തന്നു കഴിഞ്ഞാൽ അത് ഭക്ഷിക്കുമ്പോൾ അവന്റെ വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചതിനെ ശ്രേഷ്ഠമായ ഒരു വസ്തുവായി നാം സ്വീകരിക്കുന്നുവെന്ന് അവൻ ചിന്തിക്കുവാൻ ഇടയുണ്ട്. അപ്പോൾ തന്നെ നമ്മോടൊപ്പം ഭക്ഷിക്കുന്ന ബലഹീന വിശ്വാസി അവന്റെ മനസാക്ഷി മലിനമായി തീരുവാൻ ഇടയുണ്ട്. അതുകൊണ്ട് അവന്റെ സ്വാതന്ത്ര്യത്തെയും അവനെയും കരുതി, നൽകുന്നവനെയും കരുതി നമ്മുടെ സ്വാതന്ത്ര്യം വിനിയോഗിക്കരുത്. ഒരു പക്ഷേ അത് നൽകിത്തരുന്നവന് ഇടർച്ച വന്നേക്കാം. എങ്കിലും നമ്മുടെ പ്രാധാന്യം ബലഹീനനായ വിശ്വാസിക്കാണ്. ബലഹീനൻ ഇടർച്ച വരാതിരിക്കേണ്ടതിന്. 2, വിഗ്രഹാർപ്പിതം ഏതാണ്ട് വിലയേറിയതാണെന്നുള്ള ഒരു ചിന്ത അത് നൽകിത്തരുന്നവന് തോന്നാതിരിക്കേണ്ടതിനും അത് സ്വീകരിക്കാൻ പാടില്ല എന്നുള്ള മുന്നറിയിപ്പ്, പ്രബോധനം പൗലോസ് നൽകി തരികയാണ്. 30-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നമ്മുടെ മുൻപിൽ വിളമ്പുന്നത് എന്ത് തന്നെയായാലും എന്താണ്? നന്ദിയോടെ അനുഭവിച്ച് സ്തോത്രം ചെയ്ത സാധന നിമിത്തം ഞാൻ ദൂഷിക്കപ്പെടുന്ന എന്തിന്? നന്ദിയോടെ സ്തോത്രം ചെയ്ത ഭക്ഷണം അത് ഭക്ഷിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. എന്നാൽ ആ മുകളിൽ പറഞ്ഞിരിക്കുന്ന തത്വം മറന്നു പോകരുത്. സഹോദരന്മാർക്ക് ഇടർച്ച വരാത്താതിരിക്കേണ്ടതിന്. നാം തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും, നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ചെയ്യണം. ദൈവത്തിന് മഹത്വം വരുമാറ് ചെയ്യുക. യഹൂദന്മാർക്ക് യവനന്മാർക്ക് ദൈവസഭയ്ക്ക് ഇടർച്ചയില്ലാത്തവരാകുകയും ഞാനും എന്റെ ഗുണമല്ല പലർ രക്ഷിക്കപ്പെടേണ്ടതിന് അവരുടെ ഗുണം തന്നെ അന്വേഷിച്ചുകൊണ്ട് എല്ലാവരെയും എല്ലാം കൊണ്ടും പ്രസാദിപ്പിക്കുന്നുവല്ലോ. പൗലോസ് തന്റെ ശുശ്രൂഷയിൽ പലർ രക്ഷിക്കപ്പെടേണ്ടതിന് വേണ്ടി സ്വന്തം ഗുണമല്ല അവരുടെ ഗുണം അന്വേഷിച്ചു. അതുപോലെ മറ്റുള്ളവരുടെ ഗുണം അന്വേഷിപ്പാൻ, സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണം കൂടെ അന്വേഷിക്കുവാൻ ഇടയാകണം. ക്രിസ്ത്യാനികൾക്കാകട്ടെ, യഹൂദന്മാർക്കാകട്ടെ, ജാതികൾക്കാകട്ടെ നന്മ വരേണ്ടതിന് നമ്മുടെ അറിവും അതിനുള്ള സ്വാതന്ത്ര്യവും വിവേകത്തോടെ വെളിപ്പെടുവാൻ ഇടയാകട്ടെ. ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിന്റെ മാർഗനിർദ്ദേശക തത്വങ്ങൾ സംബന്ധിച്ച് ഈ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് വിഗ്രഹാർപ്പിതം സംബന്ധിച്ചുള്ള കൽപ്പനകൾ പൗലോസ് അവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. അടുത്ത അധ്യായത്തിൽ 11-ാം അധ്യായത്തിൽ മറ്റ് ചില വിഷയങ്ങളിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ
ക്ലാസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. പ്രിയ സഹോദരൻ തോമസ് കുട്ടി പ്രാർത്ഥിച്ചാട്ട്. കർത്താവേ ഞങ്ങളുടെ നല്ല ദൈവമേ, മാസ്റ്റർ തോമസ് കുട്ടിയാണല്ലേ, ശ്രദ്ധിച്ചില്ല. രാത്രിക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഒരിക്കൽ കൂടെ ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിലെ വിവിധ സ്ഥലങ്ങളിലിരുന്ന് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടെ കർത്താവെ ഞങ്ങളുടെ വചനം പഠിക്കുവാൻ അവിടുന്ന് വീണ്ടും ഒരവസരം കൂടെ ഞങ്ങൾക്ക് ശേഷിപ്പിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളെ ഇന്ന് രാത്രിയിൽ വചനം പഠിപ്പിക്കുവാൻ ഞങ്ങളുടെ ദാസനെ ദൈവം വരപ്പെടുത്തിയല്ലോ. കർത്താവ് ധാരാളമായിട്ട് പിന്നെയും ശക്തീകരിക്കുകയും അനുഗ്രഹം ചെയ്യണമേ. ബൈബിൾ കോളേജിലെ എല്ലാ അധ്യാപകരെയും എല്ലാ പഠിക്കുന്ന വിദ്യാർത്ഥികളെയും ഞങ്ങൾ ഇന്ന് രാത്രി ഞങ്ങളുടെ കരങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളൊക്കെ ആദ്യമേ തുടങ്ങി കേട്ടതുപോലെ ഞങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കാൻ കർത്താവെ, ഞങ്ങളെ തുടക്കം നല്ലതാണെങ്കിലും ഞങ്ങളെ ഒടുക്കം അതേ കർത്താവെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നതിന് വേണ്ടി ഞങ്ങളെല്ലാവരും പരിശ്രമിക്കുവാൻ, ദൈവനെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നവരായി തീരുവാൻ, ഞങ്ങളെ കേൾപ്പിച്ച ഓരോ ക്ലാസ്സിലും വചനത്തിലും കർത്താവെ ഞങ്ങൾ ശ്രദ്ധിക്കുവാൻ, കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതുവാൻ ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ. ഇപ്പോൾ ഞങ്ങൾ താൽക്കാലികമായി പിരിയുന്നു. അടുത്ത ദിവസം ഞങ്ങൾ കാണും വരെയും ഒന്നിച്ച് കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വമാനവും എടുക്കണം. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അനുഗ്രഹിക്കട്ടെ. പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കുക.